ആ ശീലം മാറും. ഞാനൊരു റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ്. ഇത് സംഭവം ലച്ചി ചേച്ചിക്ക് തെറ്റിയതാണ് കേട്ടാ. ചേച്ചി ഇവര് പിരിവെടുക്കാൻ വന്നവരല്ല, പകരം അഡ്മിഷൻ എടുക്കാൻ വന്നവരാണ്. അപ്പൂപ്പന്മാരെ നമ്മളവിടെ വൃദ്ധസദനമൊന്നും നടത്തണില്ല. അത് ഞങ്ങൾക്കറിയാ. ഭവാനിക്കുട്ടിയില്ലേ ഇവിടെ? അങ്ങനെ പറ, ഇപ്പോഴല്ലേ മനസ്സിലായേ. അമ്മൂമ്മയുടെ കൂട്ടുകാരാ. അമ്മൂമ്മയുടെ കൂട്ടുകാരാ? ഇപ്പോഴാ നിങ്ങളെ മനസ്സിലായത്. വരും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. എന്താണ് ഭയങ്കര ഒരുക്കാണല്ലോ? പടവലത്തോട്ടൊക്കെ പോവല്ലേ, നല്ലതായിട്ട് ഒരുക്കിയൊക്കെ പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് പോണല്ലേ? പോവാ. പോകുന്നതിന് മുന്നേ അവിടെ കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഫ്രണ്ട്സോ? ആ അല്ലയോ ഈ ഫ്രണ്ട്സ് പഴയ കമ്പനിക്കാരായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഭവാനിക്കുട്ടിയല്ലേ? ഭവാനിക്കുട്ടിയാ? അതെ, ഭവാനിയാണ്. കണ്ടിട്ട് അത്ര പെട്ടെന്ന് മനസ്സിലാവാൻ എന്ത് പറ്റി? കൊറേ കാലമായില്ലടാ. എല്ലാവർക്കും ചായ ആകാമല്ലോ. ആവാലോ. ആദ്യം കുറച്ച് സംസാരിച്ചിട്ടാവട്ടെ ചായ. കനകം, പോയി ചായ എടുക്കും. உங்களுக்கு எல்லாம் சக்கரை போடலாமா டீல? ഓ, ഞങ്ങൾക്ക് ആർക്കും ഷുഗറൊന്നുമില്ല. ഇഷ്ടംപോലെ വായിക്കൊരിട്ടോ. கடுப்பம் ஜாஸ்தியா பிடிக்குமா இல்ல லைட்டான டீ பிடிக்குமா? ആന്റി സാധാരണ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ചായ. മാഴൂര് പടവലത്ത് തന്നെയല്ലേ ഇപ്പോഴും താമസം? ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമല്ലേ? അങ്ങനെയല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു. ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അതിന് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോണു. അമ്പലത്തിങ്ങള് അറിയില്ലേ? അമ്പലത്തുംകര. ആ പിന്നെ എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ അറിയിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാതെയാണല്ലോ പല കാര്യങ്ങളും നടക്കുന്നത്. കുട്ടമ്പിള്ള അദ്ദേഹം മരിച്ചിട്ട് അധികം ആയില്ലല്ലേ? നനച്ചിരിക്കാതങ്ങ്. ഏതായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. പടവലത്തുനിന്ന് ചിലപ്പോ അമ്മൂമ്മ ഇവിടെ ഒന്ന് നിൽക്കുന്നതിനെ പറ്റിയായിരിക്കും. അങ്ങനൊരു ഉറച്ച തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. കുറച്ച് അവിടെ നിൽക്കാം, കുറച്ച് ഇവിടെ നിൽക്കാം, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് സംസാരിക്കും. ഞാൻ അവസാനം സംസാരിച്ചോ. കാലം പഴയ കാലമൊന്നും അല്ലല്ലോ. അല്ലപ്പ ഇത് ആരുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യം പറയണേ? ഭവാനിക്കുട്ടി അടുത്ത്. ഭവാനിക്കുട്ടിക്ക് ഇഷ്ടമുണ്ട് സംസാരിച്ചാൽ മതി കേട്ടാ. എനിക്ക് കണ്ടപ്പോഴേ ഓക്കെ ആയി. ഇഷ്ടമായി. അല്ല, നിങ്ങൾ റെസിഡൻസുകാർ എന്നോടെന്തോ സംസാരിക്കാനാ? എന്തെങ്കിലും പരിപാടിയുടെ കാര്യമാണെങ്കിൽ പിള്ളേരോട് സംസാരിച്ചാ പോരെ? റെസിഡൻസുകാരോ? ഞങ്ങള് റെസിഡൻസുകാരൊന്നുമല്ല. ഓ, നിങ്ങൾ പിറവത്ത് കൃഷിഭവനിൽ നിന്ന് വന്നവരാ അല്ലയോ? ഞങ്ങൾ ഭവാനിക്കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാ.